ഈ പറഞ്ഞ MS ബാബുരാജ് മാഷ്, VM കുട്ടി മാഷ്, PT അബ്ദുറഹ്മാൻ, ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പം ഇവരുടെ ട്രൂപ്പിൽ, മാഷുടെ ട്രൂപ്പിൽ പങ്കെടുക്കാനും അതിനോടനുബന്ധിച്ച് ബാബുക്ക, ഞങ്ങൾ ബാബുക്ക എന്നാണ് വിളിക്കുക, PT ഇവരുടെയൊക്കെ കൂടെ എന്താ പറയുക, സംഗീതത്തിലൂടെ സഞ്ചരിക്കാൻ തന്നെ പറ്റിയ ഒരാളാണ് ഞാൻ. 1978 ഞാൻ മാഷുടെ ട്രൂപ്പിലെത്തുന്നത്. ഇപ്പോൾ ഇതിന് സാക്ഷ്യം വഹിക്കാൻ മാഷില്ലെങ്കിലും മാഷുടെ മക്കളും ഇല്ല. പക്ഷേ മാഷുടെ ചെറിയ മകൻ്റെ സ്ഥാനത്തുള്ള മെഹബു ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മെഹബൂനൊക്കെ അറിയാം. ഞാനൊക്കെ 10 വയസ്സിൽ വരുന്ന കാലത്ത് ഇവരൊക്കെ അന്ന് അവിടെ കുടുംബ വീടായ ദാറുസലാമിലാണ് ഉണ്ടാവുക. അങ്ങനെ ആ സമയത്ത് ബാബുക്ക് ഒത്തിരി പാട്ടുകൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതേപോലെ മാപ്പിളപ്പാട്ടുകൾ, ബാബുക്കയുടെ കണ്ണീരിൻ മഴയത്ത്, പിന്നെ പുന്നാരം ചൊല്ലാതെ, കദളി വാഴക്കൈ, ഇങ്ങനെ ഒത്തിരി മാപ്പിളപ്പാട്ടുകൾ അന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ PTKൻ്റെ വരികളെക്കുറിച്ച് പറഞ്ഞല്ലോ, അതൊരു വല്ലാത്ത വരികൾ തന്നെയായിരുന്നു. അന്ന് ആ സമയത്ത് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ റേഡിയോ സ്റ്റേഷനിൽ AIR അന്ന് സംഗീതശില്പം പരിപാടി ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് PTK എഴുതിയിട്ട് ഞാൻ അന്ന് ചെറുതാവുമ്പം പാടിയൊരു പാട്ടിൻ്റെ 4 വരി ഞാനിവിടെ മൂളാം. മധുര നാരങ്ങ ചുള കണക്കേ മധുമതി പൊട്ട് നീ കണ്ടോ മുത്തേ, നോമ്പിൻ്റെ ചില്ലയിൽ കണ്ണടച്ച് കൂമ്പിയ പൂവേ നീ കൺതുറക്ക്, ചെന്തെങ്ങിൻ്റെ 5-6 ചാണകലേ പൊന്തി നിൽക്കുന്ന മഴമുകിലേ, തെല്ലൊന്ന് തെക്കോട്ട് നിൽക്കോമലേ, നല്ലോണം കാണട്ടൊന്നമ്പിളിയേ. അപ്പം മാസം കാണുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അപ്പം അതിനോടനുബന്ധിച്ചിട്ട് എഴുതിയ വരികളാണ്. അത് ഇന്നും അത് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന വരികൾ. അപ്പം എത്ര എന്താ പറയുക, അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് ആ വരികൾക്ക് എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട് PTKയുടെ. അപ്പം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പതിവായി ഫസീലത്ത പാടിയ. അപ്പോൾ ഈ ഫസീലത്തൻ്റെ ഒക്കെ കൂടെ ഞങ്ങൾ അന്ന് ഒരുമിച്ചൊരു ട്രൂപ്പിൽ സഞ്ചരിക്കുമ്പം എൻ്റെ ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങളുടെ മകൻ ഇപ്പം മാപ്പിളപ്പാട്ട് ചോദിച്ചു എന്ന്. ഇതേ ഒരു അനുഭവം എനിക്കിപ്പോൾ ഉണ്ടായി. കാരണം ഞാനൊക്കെ വളർന്നു വരുന്നത് ഈ മാപ്പിളപ്പാട്ട് കേട്ടിട്ടാണ്. ഞാൻ കുണ്ടോട്ടിക്കാരിയാണ്. സ്വന്തം നാട് തുറക്കൽ, KS മുഹമ്മദ് കുട്ടിക്കാൻ്റെ നാട്ടിൽ. പക്ഷേ ഞാൻ എത്തിപ്പെടുന്നത് നിമിത്തം VM കുട്ടി മാഷ ട്രൂപ്പിലാണ്. അപ്പോൾ ആ കാലത്ത് പാടിയ ഉടനെ ജുമൈലത്ത്, ഈ പൂമകളാനെ ഉസ്നുൽ ജമാൽ, ഇങ്ങനെ ഒത്തിരി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളാണ് ഞങ്ങൾക്ക് മാഷ് ഹാർമോണിയം വെച്ച് മാഷും ഞങ്ങളും മാത്രമേ ആ കാലത്ത് ഉണ്ടാവാറുള്ളൂ പാട്ട് പഠിപ്പിച്ച് തരുമ്പം. അപ്പം അത് പഠിച്ചു. എന്നെ മാഷ് ശരിക്ക് പാട്ട് പാടുന്നൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ വരുമ്പോൾ എന്നോട് പാടാൻ പറഞ്ഞൊരു പാട്ട് അക്കാലത്ത് ഞാൻ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചതാണ്. അല്ലാതെ നമ്മൾ ഇന്നത്തെ പിള്ളേരെ പോലെ കർണാട്ടിക്കൊക്കെ പോയി പഠിച്ച് അങ്ങനെ ഞാനൊരു പാട്ട് രംഗത്തേക്ക് എത്തിയ ആളല്ല. അപ്പം മാഷ് അന്ന് വന്നിട്ട് മാഷ് ആകെ താളം ശ്രുതി ഇതുണ്ടോയെന്നാണ്, ഒരു കുട്ടിക്ക് ഉണ്ടോയെന്നാണ് മാഷ് VM കുട്ടി മാഷ് നോക്കുക. അപ്പോൾ എന്നോട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടിയ പാട്ട്, മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എണീറ്റാട്ടെ. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാനതൊക്കെയാണ് കേട്ട് വരുന്നത്. അപ്പം മാഷിക്ക് മനസ്സിലായി ശ്രുതിയുണ്ട് താളമുണ്ട് എന്നുള്ളത് തോന്നിയിട്ട് അങ്ങനെയാണ് എന്നെ ട്രൂപ്പിലേക്ക് എടുക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും വർഷം ഞാൻ മാപ്പിളപ്പാട്ട് തന്നെയാണ് അധികം പാടിയിട്ടുള്ളത്. കാസറ്റിലും ഒത്തിരി മാപ്പിളപ്പാട്ട് കോഴിക്കോട് ഔക്കാക്കയുടെ പാടിയിട്ടുള്ളത്. പിന്നെ മനസ്സകമിലുടനെ ജുമേലത്ത്, അങ്ങനെ ഒത്തിരി പാട്ടുകൾ അപ്പം അങ്ങനെ. പിന്നെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ മകള്, എനിക്ക് ഒരു മകളായപ്പം ഇപ്പം 22 വയസ്സ്, മകളെ ഞാൻ പാട്ട് പഠിപ്പിക്കാൻ ചേർത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റാതെ പോയത് ഞാൻ മക്കളിലൂടെ സാധിക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ അവളെ പഠിപ്പിച്ചു. പക്ഷെ അവരൊക്കെ എന്തായി,
ഫുൾ സിനിമാ പാട്ട്, കർണാട്ടിക്, ആ ഒരു ലെവലിലേക്ക്. പിന്നീട് അവളൊരു മ്യൂസിക് ബാൻഡിൻ്റെ കൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് പാടുന്നത്. പക്ഷേ ഈ അടുത്ത് അവൾ എന്നോട് ചോദിച്ചു, മമ്മി എനിക്ക് മാപ്പിളപ്പാട്ട് ഉടനെ ജുമൈലത്തിൻ്റെ ലിറിക്സ് വേണം, കറക്റ്റ് അത് പ്രൊനൗൺസിയേഷൻ പഠിപ്പിച്ച് തരണം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചെയ്ത ദാസേട്ടൻ പാടിയ ആകെ പ്രപഞ്ചത്തിനാകെയും നാഥനെ, ആ പാട്ട്, ഇതൊക്കെ അവൾ ഇപ്പോൾ യത്തീമിന്നത്താണ്, ഇവൾ ഒത്തിരി അവളുടെ സെലക്ഷൻ ഉണ്ട്. അങ്ങനെ പാട്ടുകൾ അവൾ എന്നോട് ചോദിച്ചിട്ട് അവൾ നന്നായിട്ട് അത് പാടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം നമ്മുടെ മക്കൾ, ഞാൻ നിർബന്ധിച്ചിട്ടില്ല നീ ഇത് പാടണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ അവൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ, അതും പുതിയ ടൈപ്പ് മാപ്പിളപ്പാട്ടല്ല, പഴയ മാപ്പിളപ്പാട്ടിലേക്കാണ് മക്കളിപ്പം ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട്. അതായത് എനിക്ക് കാണിച്ചു തന്ന എൻ്റെ ഗുരുക്കന്മാരുണ്ട്, അവരോടാണ് ഞാൻ നന്ദി പറഞ്ഞത്. എൻ്റെ മോളോടും ഞാൻ ആ സന്തോഷം പറഞ്ഞു. അപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. അപ്പം പഴയ കാലത്തെയും പുതിയ കാലത്തെയും വ്യത്യാസം, അപ്പം അതാണ് ഓർമ്മ വന്നത് നിങ്ങൾ ചോദിച്ചപ്പോൾ.